വെൽക്കം ടു ഈസി മാത്സ്. ഇന്ന് നമ്മൾ ക്ലാസ് 9-ലെ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിന്റെ എക്സസൈസ് 6.2 ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ദെൻ ഷോ ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, എക്സും വൈയും കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ദെൻ ഷോ ദാറ്റ് എ ബി പാരലൽ ടു സി ഡി. കൂടാതെ നമുക്ക് എന്തുകൂടെ കണ്ടുപിടിക്കണം? എ ബി പാരലൽ ടു സി ഡി എന്ന് കണ്ടുപിടിക്കണം. എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എ ബി പാരലൽ ടു സി ഡി ആൻഡ് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കും. നോക്ക്, എ ബി എന്ന് പറയുന്ന ലൈൻ ആണെന്നറിയാം, സി ഡിയും അനദർ ലൈൻ ആണെന്നറിയാം അല്ലേ. ദെൻ മറ്റൊരു ലൈൻ ഈ ലൈനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് ജി എച്ച് എന്ന പേര് കൊടുക്കാം. ജി എച്ച്, ഈ ലൈനിന്റെ പേര് ജി എച്ച് എന്ന് എഴുതാം. ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിന് ഒ എന്നും ഇവിടെ വേറെ എന്തെങ്കിലും പേര് കൊടുക്കാം, പി എന്ന് കൊടുക്കാം ഇന്റർസെക്റ്റിംഗ് പോയിന്റിന്. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കണം. ദെൻ സെക്കൻഡ്, എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് കൊണ്ടുവരണം. നമുക്കറിയാം രണ്ട് പാരലൽ ലൈനും ട്രാൻസ്വേഴ്സലും ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷൻസ് നമുക്കറിയാം ഇല്ലേ. രണ്ട് പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം ഇല്ലേ. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. ട്രാൻസ്വേഴ്സിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. നോക്കാം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. സൊല്യൂഷനിലേക്ക് പോകാം. നോക്കാം, ഇവിടെ എക്സിന്റെ വിലയാണ് വേണ്ടത് അല്ലേ. എ ബി ഈസ് എ ലൈൻ, ദെൻ ഒ എ ഈസ് എ റേ അല്ലേ. എ ബി എന്ന് പറയുന്ന ലൈനാണിത്, ഒ ബി എന്ന് പറയുന്നത് ഒരു റേ ആണെന്ന് നമുക്കറിയാം. അതേപോലെ അനദർ റേ ആണ് ഒ ജി ആൻഡ് ഒ എച്ച്. ഇതെല്ലാം റേസ് ആണ് അല്ലേ. അപ്പോൾ നോക്കുക, നമുക്ക് വേണ്ടത് എക്സിന്റെ വിലയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലൈൻ ജി എച്ച് എന്ന് പറയുന്ന ലൈൻ കൺസിഡർ ചെയ്യുന്നു. ജി എച്ച് എന്ന് പറയുന്ന ലൈൻ, ആ ലൈനിലെ കോമൺ ആമാണ് ഒ എ. ജി എച്ച് എന്ന് പറയുന്ന ലൈനിലെ ഒരു കോമൺ ആമാണ് ഒ എ. നമ്മൾ പഠിച്ചതാണ്, ഒരു ലൈനിൽ ഒരു കോമൺ ആം ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നതിന്റെ സം എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി ആണെന്ന് എഴുതാം, ലീനിയർ പെയർ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? റേ ഒ എ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ, റേ ഒ എ സ്റ്റാൻഡ്സ് ഓൺ എ ലൈൻ ജി എച്ച്. ജി എച്ച് എന്ന് പറയുന്ന ലൈനിലാണ് റേ ഒ എ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ആംഗിൾ 50 പ്ലസ് ആംഗിൾ എക്സ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ് റീസൺ എഴുതുന്നത്? ലീനിയർ പെയർ. അതായത് ലീനിയർ പെയർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലൈനിൽ ഫോം ചെയ്യുന്ന പെയർ ഓഫ് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും എന്നാണ് ലീനിയർ പെയർ അനുസരിച്ച് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? 50 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 എന്ന് എഴുതാം. ഇതിൽ നിന്ന് നമുക്ക് എക്സിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എക്സ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സിന്റെ വില കിട്ടി 180 മൈനസ് 50 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പൊ നമുക്ക് എക്സിന്റെ വില കിട്ടി 130 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ടത് വൈയുടെ വിലയാണ് വേണ്ടത്. നോക്കുക, നമുക്കറിയാം വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് പഠിച്ചതാണ് അല്ലേ. രണ്ട് ലൈനുകൾ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ള തിയറം നമ്മൾ പഠിച്ചു. സോ GH and CD are two lines intersect at a point P. So
ആംഗിൾ y ആൻഡ് ആംഗിൾ 30 ഡിഗ്രി എന്ന് പറയുന്നത് എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് എഴുതാം? y is equal to 130 ഡിഗ്രി എന്ന് എഴുതാം. റീസൺ എന്ത് എഴുതും? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് എഴുതാം അല്ലേ? സി ഡി എന്ന് പറയുന്ന ലൈനും ജി എച്ച് എന്ന് പറയുന്ന ലൈനും പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് പി എന്ന പോയിന്റിൽ. അപ്പോൾ ഫോം ചെയ്യുന്ന വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ വൈയും ആംഗിൾ 30യും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് y എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 130 ഡിഗ്രിക്ക് ഈക്വൽ ആയിരിക്കും. therefore y is equal to 130 ഡിഗ്രി വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് എഴുതാം. ഇപ്പോൾ നമുക്ക് എക്സിന്റെയും വൈയുടെയും വില കിട്ടിക്കഴിഞ്ഞു. ഇനിയും നമുക്ക് എന്താണ് വേണ്ടത്? സെക്കൻഡ് പാർട്ടായ എ ബി പാരലൽ ടു സി ഡി എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നോക്കുക, നമുക്ക് എക്സിന്റെയും വൈയുടെയും വില ഇവിടെ എന്താണ് കിട്ടിയത്? എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു 130 ഡിഗ്രി. ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. എക്സിന്റെ വിലയും വൈയുടെ വിലയും നമുക്ക് എന്ത് കിട്ടി? 130 ഡിഗ്രി കിട്ടി. ഒരു ലൈനിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ആണ് ഇവിടെ എക്സും വൈയും. ഒരു ലൈനിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ആംഗിൾസ് ആണ് എക്സും വൈയും. അതിവിടെ നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? നമ്മൾ പഠിച്ചതാണ്. എന്ത്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? രണ്ട് പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഈക്വൽ ആകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സും വൈയും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അത് ഈക്വൽ ആണെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? എ ബി പാരലൽ ടു സി ഡി എന്ന് എഴുതാം. എ ബി പാരലൽ ടു സി ഡി. But these are alternate angles and they are equal. So we can say that AB parallel to CD. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AB parallel to CD ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നുകൂടെ we can conclude that x is equal to y is equal to 130 degree. എന്താണ്? But these are alternate angles. But these are alternate angles. ഇതെന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? we can say that AB parallel to CD. AB യും CD യും പാരലൽ ആണെന്ന് പറയാം. മനസ്സിലായല്ലോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഫിഗർ if AB parallel to CD, CD parallel to EF and Y is to Z is equal to 3:7. Find X. നമുക്കിവിടെ തന്നിട്ടുണ്ട് AB എന്ന് പറയുന്ന ലൈൻ CD ക്ക് പാരലാണ്, CD എന്ന് പറയുന്ന ലൈൻ EF ന് പാരലാണ്. പിന്നെ നമുക്ക് രണ്ട് ആംഗിൾസിന്റെ റേഷ്യോസ് തന്നിട്ടുണ്ട്. വൈയുടെയും ഇസഡിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 3:7 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം എങ്ങനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എ ബി പാരലൽ ടു സി ഡി. എ ബി സി ഡിക്ക് പാരലാണ്. സി ഡി എന്തിന് പാരലാണ്? ഇ എഫിന് പാരലാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എ ബി എന്ന് പറയുന്ന ലൈൻ സി ഡിക്ക് പാരലാണ്, സി ഡി എന്ന് പറയുന്ന ലൈൻ ഇ എഫിനും പാരലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഈ രണ്ട് കണ്ടീഷനിൽ വെച്ച് എ ബി പാരലൽ ടു ഇ എഫ് എന്ന് പറയാം അല്ലേ? എ ബി എന്ന് പറയുന്ന ലൈൻ സി ഡിക്ക് പാരലാണ്, ആ ലൈൻ ഇ എഫിനും പാരലാണ്. എങ്കിൽ ഇത് നമുക്ക് എന്ത് പറയാം? പരസ്പരം ഇത് മൂന്നും പാരലാണെന്ന് പറയാം. അതായത് എ ബി പാരലൽ ടു ഇ എഫ് ആണെന്ന് പറയാം. എ ബി പാരലൽ ടു ഇ എഫ് എന്ന് പറയാം. ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും പാരലൽ ആണെന്ന് അറിയാം. സോ എ ബി പാരലൽ ടു ഇ എഫ്. ഇനി നോക്കാം, എ ബി എന്ന് പറയുന്ന ലൈനും ഇ എഫ് എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് ദേ ഈ കിടക്കുന്ന ലൈൻ. അതിന് വേറൊരു പേര് കൊടുക്കാം, പി ക്യു എന്ന് പേര് കൊടുക്കാം, പി ക്യു. അപ്പൊ എ ബി പാരലൽ ടു ഇ എഫ് ആൻഡ് ട്രാൻസ്വേഴ്സൽ പി ക്യു. എ ബിയുടെയും
ഇ എഫിന്റെയും ട്രാൻസ്വേഴ്സൽ ആണ് പി ക്യു. എന്താണ് ട്രാൻസ്വേഴ്സൽ? രണ്ട് പാരലൽ ലൈനെ കട്ട് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ട്രാൻസ്വേഴ്സൽ. സോ എ ബി പാരലൽ ടു എന്ത് പറയാം? എ ബി പാരലൽ ടു ഇ എഫ് ആൻഡ് ട്രാൻസ്വേഴ്സൽ ഏതാണ് ട്രാൻസ്വേഴ്സൽ? പി ക്യു. ട്രാൻസ്വേഴ്സൽ പി ക്യു എടുക്കുകയാണെങ്കിൽ എന്ത് പറയാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടീഷൻ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് ഇല്ലേ? അപ്പൊ എ ബിയും ഇ എഫും പാരലൽ ആണ്, അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് ഈ പി ക്യു എങ്കിൽ അപ്പോൾ ഫോം ചെയ്തേക്കുന്ന ആംഗിൾ എക്സും ഇസഡും എന്താണ് പ്രത്യേകത അവയ്ക്കുള്ളത്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. രണ്ട് പാരലൽ ലൈനെ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് എഴുതാം. എക്സും ഇസഡും എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് എഴുതാം. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ്. ഇനിയും നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട് y ഈസ് ടു ഇസഡ് ഈസ് ഈക്വൽ ടു 3:7 എന്നില്ലേ? നമുക്കറിയാം റേഷ്യോ മാറ്റാൻ വേണ്ടി കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. അങ്ങനെയാണെങ്കിൽ y നമുക്ക് എങ്ങനെ എടുക്കാം? 3a എന്നെടുക്കാം. ഇസഡിനെ നമുക്ക് 7a എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y നമ്മൾ 3a എന്ന് വിളിക്കുന്നു, ഇസഡിനെ നമ്മൾ 7a എന്നും വിളിക്കുന്നു. അതായത് റേഷ്യോ ആയിരുന്നു, റേഷ്യോയിൽ തന്നിരുന്നതാണ്. അതിന്റെ റേഷ്യോ മാറ്റാൻ വേണ്ടി നമ്മൾ അതിനെ എ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്തായിട്ട് മാറി? 3aയും 7aയും ആയിട്ട് മാറി. അതാണ് അടുത്തത്. ഇനി നമുക്കറിയാം, നോക്കുക, എ ബി പാരലൽ ടു സി ഡി. എ ബിയും സി ഡിയും പാരലലാണ്. എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ആണ് എക്സും വൈയും. ട്രാൻസ്വേഴ്സലിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിൾസ് ആണ് എക്സും വൈയും. നമുക്കറിയാം കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് ഇല്ലേ? സം ഓഫ് കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ഈസ് 180 അല്ലെങ്കിൽ സപ്ലിമെന്ററി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ എ ബി പാരലൽ ടു സി ഡി ആൻഡ് ട്രാൻസ്വേഴ്സൽ പി ക്യു, then x plus y is equal to 180 ഡിഗ്രി എന്ന് എഴുതാം. എക്സും വൈയും സെയിം സൈഡിൽ വരുന്നതാണ്. അതുകൊണ്ട് അതിന്റെ സമ്മിനെ നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? 180 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. x plus y is equal to 180 ഡിഗ്രി എന്ന് എഴുതാം. എന്താണ്? കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ്. കോൺസിക്യൂട്ടീവ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി നോക്കുക, എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 180. നമുക്ക് എക്സിന്റെ വിലയും അറിയത്തില്ല, വൈയുടെ വില അറിയത്തില്ല. വൈ ഇവിടെ വേരിയബിളിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇസഡ് എന്ന് പറയുന്ന വാല്യൂ കൊടുക്കാം. കാരണം എക്സ് ഇസഡിനും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എക്സിന് പകരം ഇസഡ് എന്ന് എഴുതാം. ഇസഡ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 180 ഡിഗ്രി. നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? 7a ആണ്. y എന്ന് പറയുന്നത് 3a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. സോ 7a plus 3a is equal to 10a is equal to 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ a is equal to 180 divided by 10, that is equal to 18 ഡിഗ്രി. നമുക്ക് a യുടെ വില കിട്ടി, 18 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്? എക്സിന്റെ വിലയാണ് വേണ്ടത്. എയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൈയുടെ വില കണ്ടുപിടിക്കാം ഇല്ലേ? എയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വൈ കണ്ടുപിടിക്കാം. y is equal to 3a എന്നായിരുന്നു. that is equal to 3 into 18 എന്ന് എഴുതാം. that is equal to 54 ഡിഗ്രി എന്ന് കിട്ടി. വൈയുടെ വില 54 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കും എക്സിന്റെ വില? ഒന്നുകിൽ സം ചെയ്യുക. എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു നമ്മൾ എന്തെന്ന് എഴുതിയായിരുന്നു? 180 എന്ന് എഴുതിയായിരുന്നു. അതിനകത്തോട്ട് വൈയുടെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 180 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിനകത്തോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക?
വൈക്ക് പകരം 54 ഡിഗ്രി. എക്സ് പ്ലസ് 54 ഈസ് ഈക്വൽ ടു 180. സോ എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് എന്താ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് ഇങ്ങോട്ട് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു 180 മൈനസ് 54 എന്ന് എഴുതാം. 180 നിന്ന് 54 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? 126 ഡിഗ്രി. 126 ഡിഗ്രി. നമുക്ക് വേണ്ടത് എക്സിന്റെ വില മാത്രം മതി. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്നാണ് തന്നിരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? എക്സിന്റെ വില 180 മൈനസ് 54 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 126. ഒന്നുകൂടെ പറയാം. എ ബിയും സി ഡിയും ഇ എഫും പരസ്പരം പാരലൽസ് ആണ്. എന്തുകൊണ്ടാണ്? എ ബി പാരലൽ ടു സി ഡി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സി ഡി പാരലൽ ടു ഇ എഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എ ബി പാരലൽ ടു ഇ എഫ് എന്ന് എഴുതാം. രണ്ട് പാരലൽ ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലേ? എ ബി പാരലൽ ടു ഇ എഫ് and transversal PQ, then angle X and Z are alternative angles, alternative interior angles. So X is equal to Z. Then next നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് y is to z is equal to 3 is to 7 എന്നാണ്. y യുടെയും z ന്റെയും റേഷ്യോ 3 is to 7 ആണ്. ആ റേഷ്യോ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. y is equal to 3a, z is equal to 7a. Then അടുത്തത് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു? എ ബിയും സി ഡിയും പാരലൽ ആണ്. പി ക്യു ട്രാൻസ്വേഴ്സൽ ആണെങ്കിൽ നമുക്കറിയാം സെയിം സൈഡിൽ വരുന്ന ആംഗിൾസിന്റെ, അതായത് ട്രാൻസ്വേഴ്സിന്റെ സെയിം സൈഡിൽ വരുന്ന ആംഗിളിന്റെ സം 180 ആണെന്ന്. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180. എക്സ് നമുക്കറിയില്ല, അതിന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? എക്സ് ഇസഡിന് ഈക്വൽ ആണെന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എക്സിന് പകരം ഞാൻ ഇസഡ് കൊടുക്കുന്നു. ഇസഡ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180. ഇസഡ് എന്ന് പറയുന്നത് 7a ആണ്, y എന്ന് പറയുന്നത് 3a ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 180. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? a ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി. നമുക്ക് a അല്ല വേണ്ടത്, x ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ a 18 ആണെങ്കിൽ 3a നമുക്ക് എന്തെന്ന് കിട്ടും? 54 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 180 ആണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് വൈക്ക് പകരം വില ഇട്ട് കൊടുക്കുക. x പ്ലസ് 54 ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എക്സിന്റെ വില 180 മൈനസ് 54, 126 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ? അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഗർ ഇഫ് എ ബി പാരലൽ ടു സി ഡി, ഇ എഫ് പെർപെൻഡിക്കുലർ ടു സി ഡി ആൻഡ് ആംഗിൾ ജി ഇ ഡി ഈസ് 126 ഡിഗ്രി. Find angle AGE and angle GEF and FGE. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. എ ബി പാരലൽ ടു സി ഡി എന്നാണ് തന്നിരിക്കുന്നത്. പിന്നെ പറഞ്ഞേക്കുന്നത് EF perpendicular to CD. EF perpendicular to CD ആണെങ്കിൽ നമുക്കറിയാം എന്തായിരിക്കും? ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. EF എന്ന് പറയുന്ന ലൈൻ സിഡിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ FE. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ഫിഗർ AB, if AB parallel to CD, എ ബി എന്ന് പറയുന്ന ലൈനും സി ഡി എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. ഇ എഫ് ഈസ് പെർപെൻഡിക്കുലർ ടു സി ഡി. ഇ എഫ് എന്ന് പറയുന്ന ലൈൻ സി ഡിക്ക് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ആംഗിൾ ജിഇ ഡി, ആംഗിൾ ജിഇ ഡി, ഈ ആംഗിൾ എന്ന് പറയുന്നത് 126 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ എ ജിഇ, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ GEF, ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കണം. ആൻഡ് ആംഗിൾ FGE, ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നോക്കാം എന്താണെന്ന്. നോക്കുക. എ ബിയും സി ഡിയും പാരലൽ ആണ്.
എ ബി പാരലൽ ടു സി ഡി എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ജി ഇ ഡി 126 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ എഫ് ഇ ഡി എന്താണെന്ന് തന്നിട്ടുണ്ട്, 90 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാരണം എഫ് ഇ ഇസ് ദ പെർപെൻഡിക്കുലർ ടു സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എഫ് ഇ ഡി എന്ന് പറയുന്നത് 90 ഡിഗ്രി എന്നും എടുക്കാം. അപ്പം ജി ഇ ഡി എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ 126 ഡിഗ്രി ആണ്. ആംഗിൾ എഫ് ഇ ഡി ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ ആംഗിൾ കണ്ടുപിടിക്കരുതോ? എങ്ങനെ കണ്ടുപിടിക്കാം നോക്കിക്കേ. ആംഗിൾ ജി ഇ ഡി ഇസിക്കൽ ടു ആംഗിൾ ജി ഇ ഡി നമുക്ക് എന്ത് എഴുതാം? ഈ രണ്ട് ആംഗിളിന്റെ സം ആയിട്ട് എഴുതാം. ആംഗിൾ ജി ഇ എഫ് പ്ലസ് ആംഗിൾ ജി ഇ എഫ് പ്ലസ് ആംഗിൾ എഫ് ഇ ഡി എന്ന് എഴുതാം. ജി ഇ ഡി എന്ന് പറയുന്ന ഈ വലിയ ആംഗിളിനെ ഈ രണ്ട് ആംഗിളിന്റെ സം ആയിട്ട് എഴുതാം. നമുക്കറിയാം ആംഗിൾ ജി ഇ ഡി തന്നിട്ടുണ്ട് 126 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ജി ഇ എഫ് നമുക്കറിയത്തില്ല. ആംഗിൾ ജി ഇ എഫ് പ്ലസ് ആംഗിൾ എഫ് ഇ ഡി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ആംഗിൾ ജി എഫ് ഇസിക്കൽ ടു 126 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി എന്ന് എഴുതാം. 126 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. നമുക്കറിയാം 126 ഡിഗ്രിയിൽ നിന്നും 90 പോയി കഴിഞ്ഞാൽ 36 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ആംഗിൾ കിട്ടി, ആംഗിൾ ജി എഫ് കിട്ടി. ആംഗിൾ ജി ഇ എഫ് കിട്ടി. എത്ര ഡിഗ്രി എന്ന് കിട്ടി? 36 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ ജി ഇ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ എഫ് ജി ഇ കണ്ടുപിടിക്കണം. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം എ ബി പാരലൽ ടു സി ഡി ആണ്. അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് ജി ഇ എങ്കിൽ എ ബിയും സി ഡിയും പാരലൽ ആണ്. അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് ജി ഇ എങ്കിൽ നമുക്കറിയാം ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ജി ട്രാൻസ്വേഴ്സൽ ജി എന്നെടുത്താൽ ട്രാൻസ്വേഴ്സൽ ജി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് എടുക്കാം. കാരണം ഏതൊക്കെയാണ് ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾസ്? ആംഗിൾ എ ജി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ ജി ഇ ഡി എന്ന് പറയുന്ന ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. ആംഗിൾ ജി ഇ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം 126 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും? 126 ഡിഗ്രി ആയിരിക്കും. നമുക്കൊന്ന് എഴുതാം. ആംഗിൾ എ ജി ഇ ഇസിക്കൽ ടു ആംഗിൾ ജി ഇ ഡി എന്ന് എഴുതാം. എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് എഴുതാം. ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. എ ബിയും സി ഡിയും പാരലൽ ആണ്. അതിലെ ട്രാൻസ്വേഴ്സൽ ആണ് ജി എങ്കിൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾ എ ജി ഇ ഇസിക്കൽ ടു ആംഗിൾ ജി ഇ ഡി എന്ന് എഴുതാം. ആംഗിൾ ജി ഇ ഡി നമുക്കറിയാം 126 ഡിഗ്രി. സോ ആംഗിൾ എ ജി ഇ ഇസിക്കൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? 126 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ആംഗിൾ എ ജി ഇ കിട്ടി 126 ഡിഗ്രി. ഇനി നമുക്ക് എന്ത് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്? ആംഗിൾ എഫ് ജി ഇ കണ്ടുപിടിക്കണം. അതും വളരെ എളുപ്പമാണ്. നമുക്കറിയാം എ ബി എന്ന് പറയുന്നത് ലൈനാണ്. ആ ലൈനിൽ ഫോം ചെയ്ത പെയർ ഓഫ് ആംഗിൾസ് ആണ് ഇത് രണ്ടും. ലീനിയർ പെയർ അപ്ലൈ ചെയ്താൽ നമുക്കറിയാം ഈ രണ്ട് ആംഗിളിന്റെ സം എന്തെന്ന് എഴുതാം? 180 ഡിഗ്രി എന്ന് എഴുതാം. ആംഗിൾ എ ജി ഇ പ്ലസ് ആംഗിൾ എഫ് ജി ഇ ഇസിക്കൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. റീസൺ എന്ത് എഴുതും? ലീനിയർ പെയർ. എ ജി ഇ പ്ലസ് എഫ് ജി ഇ ഇസിക്കൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ ജി ഇ നമുക്കറിയാം 126 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ആംഗിൾ എഫ് ജി ഇ ഇസിക്കൽ ടു 180 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എഫ് ജി ഇ നമുക്ക് എങ്ങനെ എഴുതാം? 180 ഡിഗ്രി മൈനസ് 126 ഡിഗ്രി എന്ന് എഴുതാം. 180 മൈനസ് 126 എന്താണ്? 180 നിന്ന് 126 പോയാൽ 54 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലായല്ലോ?
50 ആംഗിൾ FGE is equal to 54 ഡിഗ്രി. നമുക്ക് വേണ്ട 3 ആംഗിൾ നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായല്ലോ?